നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ തകർത്ത് കളഞ്ഞതിലൂടെ പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റതിലൂടെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നിങ്ങളുടെ ആത്മാവിൽ ജീവൻ വ്യാപരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. തിരുവചനം പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. യേശു ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? സ്വർഗത്തിലാണ്, പിതാവിൻ്റെ വലത്തുഭാഗത്താണ്, ഉയരത്തിലാണ്. ഇന്ന് പകൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനോടും പരിശുദ്ധാത്മാവ് പറയുന്നത്, യേശു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ഉയരങ്ങളിലേക്ക് നോക്കാം. ഉയരത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഉയരത്തിൽ ദൈവമാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നാം ഓരോരുത്തരും ഒരു പ്രാർത്ഥന മനുഷ്യരാകും. കാരണം യേശു പ്രാർത്ഥിക്കുകയാണ്. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്നാണ് ഇന്ന് പകൽ ദൈവം നമ്മോട് പറയുന്നത്. ഉയരത്തിൽ നാം കാണുന്നത് പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് ദൈവം പറയുമ്പോൾ നാം ഇന്ന് പകൽ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കണം. യേശു കർത്താവ് സദാസമയവും പ്രാർത്ഥിക്കുകയാണ്. നാം പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കണം, പ്രാർത്ഥിക്കുന്നവരാകണം. അതെ, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയിൽ സുബോധമുള്ളവരാകണം. ഇത് ദുഷ്കാലമാണ്, അന്ത്യനാഴികയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്ന ഉയരത്തിലേക്ക് നോക്കി നമ്മെ തന്നെ വിലയിരുത്താം. പ്രിയപ്പെട്ടവരെ, വീണ്ടും തിരുവചനം പറയുന്നു, ഉയരത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ദൈവപുത്രനായ യേശുവിനെയാണ്. എന്താണ് നിങ്ങൾ യേശുവിൽ കാണുന്നത്? യേശുവിന് നമ്മോട് തോന്നിയ മനസ്സലിവ്. യേശു നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നാം പാപികളായിരുന്നപ്പോഴാണ്, ശത്രുക്കളായിരുന്നപ്പോഴാണ്, ബലഹീനരും അഭക്തരുമായിരുന്നപ്പോഴാണ്. അതേ പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഉയരത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ മനസ്സലിവാണ്. മനസ്സലിവ് മാത്രമല്ല, താഴ്മ, സൗമ്യത, ദയ, ദീർഘക്ഷമ. അതെ, ഉയരത്തിൽ നാം കാണുന്നത് മുഴുവൻ അതാണ്. ദൈവം ഇപ്പോൾ മനുഷ്യനെ വിധിക്കുകയല്ല. ദൈവത്തിന് ഇപ്പോൾ മനുഷ്യനോട് സ്നേഹമാണ്, മനസ്സലിവാണ്, ദയയാണ്, ക്ഷമയാണ്. അതെ, ഇത് കൃപായുഗമാണ്. ന്യായവിധിയുടെ സമയങ്ങൾ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുകയാണ്. അങ്ങനെ ഉയരത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നവരോട് ദൈവം പറയുന്നു, നിങ്ങൾ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ധരിക്കണം. ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്വഭാവ സവിശേഷതകളെ ധരിക്കണം. എന്തുകൊണ്ട് ധരിക്കണം? നിങ്ങളും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, നിങ്ങളും ഉയരത്തിലായിരിക്കുന്നത് കൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ
ചിന്തിക്കുവേൻ. അതെ, ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവം നമ്മോട് പറയുന്ന ആ വസ്ത്രമൊന്ന് ധരിക്കാം, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.